കേരളത്തിലെ നമുക്കറിയാം 2.25 കോടി ജനങ്ങൾക്ക് ശുദ്ധജല വിതരണം നടത്തിപ്പോരുന്നത് വലിയ പങ്ക് വഹിക്കുന്നവരാണ്. ആ ചെറുകിട കരാറുകാരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഈ ഓർഡർ വന്നിരിക്കുന്നതാണ് ഞാൻ പറയാറുള്ളത്. കേരളത്തിന് ഇപ്പൊ താങ്ങാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ടല്ല ഈ പദ്ധതി തയ്യാറാക്കി. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തെ കുടിവെള്ള വിതരണത്തെ വരെ ഇത് ബാധിക്കും. അതിൽ 3000-ഓളം ബില്ലുകൾ ഇപ്പൊ സീനിയോറിറ്റി പ്രകാരം കൊടുത്തതിന് ഇനി 3000-ലധികം വരുന്ന ബില്ലുകൾ കൊടുക്കാനോ. അപ്പൊ ഇങ്ങനെ വരുമ്പം ഈ സീനിയോറിറ്റി ലിസ്റ്റ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ്. നമസ്കാരം. ജൽജീവൻ മിഷന്റെ പണികൾ നടത്തിയ കരാറുകാർക്ക് 4500 കോടി രൂപ കുടിശ്ശിക ലഭിക്കാനിരിക്കെ മുൻഗണനാ പട്ടിക മറികടന്ന് വൻകിട കരാറുകാർക്ക് പണം നൽകാൻ തീരുമാനിച്ചതായി ആരോപിച്ച് ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സമരവുമായി രംഗത്ത്. ഉത്തരവ് കത്തിച്ച് കരാറുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. മുൻഗണനാ മാനദണ്ഡം ലംഘിച്ച് വൻകിട കരാറുകാർക്ക് പണം നൽകിയതിനെതിരെ സമരവുമായി രംഗത്തുള്ള ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാഗരത്നൻ മറുനാടനോട് സംസാരിച്ചു. കേരളത്തിലെ ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിച്ച വകയിൽ കരാറുകാർക്ക് 4500 കോടി നിലവിൽ കുടിശ്ശികയായി കൊടുത്തീർക്കാൻ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മാസം മുതൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഫണ്ട് ഏകദേശം നിലച്ച മട്ടാണ്. ഇതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലെ ഇത്തരം പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കണിയിലുമാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 67ഓളം വർക്കുകൾക്ക് 1200 കോടി കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. എന്നാൽ അതിൽ 6 വർക്കുകളെ സെലക്ട് ചെയ്തുകൊണ്ട് 6 കോൺട്രാക്ടർമാർക്കായി 288 കോടി കൊടുക്കാൻ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഇത് അങ്ങേയറ്റം വളരെ ചെറുകിട പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാർക്ക് പണം കിട്ടാതെ വരികയും മാത്രമല്ല ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലവിലുണ്ട്. ഒരു കാരണവശാലും സീനിയോറിറ്റി ലംഘിക്കരുത്. 6000-ലധികം വരുന്ന ബില്ലുകൾ നിലവിൽ അവിടെയുണ്ട്. അതിൽ 3000-ഓളം ബില്ലുകൾ ഇപ്പൊ സീനിയോറിറ്റി പ്രകാരം കൊടുത്തതിന് ഇനി 3000-ലധികം വരുന്ന ബില്ലുകൾ കൊടുക്കാനോ. അപ്പൊ ഇങ്ങനെ വരുമ്പം ഈ സീനിയോറിറ്റി ലിസ്റ്റ് മൊത്തത്തിൽ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ്. ഒരു കാരണവശാലും സീനിയോറിറ്റി മറികടന്നുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പണവും ഭരണസ്വാധീനമുള്ള ആളുകൾ ഇതേമാതിരി ഈ സീനിയോറിറ്റി നോക്കാതെ പണം തട്ടിയെടുത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഈ സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള ബില്ല് കൊടുക്കുന്ന സംവിധാനം അവസാനിപ്പിക്കണമെന്നും അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ പ്രതിഷേധം ഉത്തരമേഖല ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പിൽ ഈ ഓർഡർ കത്തിച്ചുകൊണ്ടൊരു പ്രതിഷേധ സമരം ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഇത് അങ്ങേറ്റം അപകടനീയമാണ്. പ്രത്യേകിച്ച് ചെറുകിട കരാറുകാരെ അവഗണിക്കുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നമുക്കറിയാം 2.25 കോടി ജനങ്ങൾക്ക് ശുദ്ധജല വിതരണം നടത്തിപ്പോരുന്നത് വലിയ പങ്ക് വഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുകിട ഇടത്തരം കരാർ. ആ ചെറുകിട കരാറുകാരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഈ ഓർഡർ വന്നിരിക്കുന്നതാണ് ഞങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് ഈ ഓർഡർ അടിയന്തരമായി പിൻവലിക്കണം. ഈ അനുവദിച്ചിട്ടുള്ള 288 കോടി ഇവിടെ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ സീനിയോറിറ്റി പ്രകാരം കിട്ടുന്ന എല്ലാ കരാറുകാർക്കും അത് ഭാഗിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്. അതിന്റെ മാനദണ്ഡം ഇവരെ ഒരു നിയമത്തെ ഒരു ചെറിയ പഴുത് ഉപയോഗിച്ചുകൊണ്ട്, കാരണം അതൊരു പ്രൊജക്ട് എന്ന് അവർ പറയുന്നത്, അത് ജലജീവൻ മിഷന്റെ വർക്കിന്റെ അകത്ത് വരുന്നത് തന്നെയാണ്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു മാനദണ്ഡം അതന്നെ ഞങ്ങൾക്ക് അറിയാം. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്? അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ശരിക്കും നടത്തണം കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 4500 കോടി എല്ലാം ഇനി വരാൻ പോവാ. ഇപ്പൊ അവിടെ എത്തിയ ബില്ലാണ് 4500 കോടി. ഇനി വേറെയും ബില്ലുകൾ എഴുതാനും ഒരുപാട് ബില്ലുകൾ ഇനി എഴുതാനുണ്ട്. അപ്പൊ വരുമ്പോ ഇതിലും കൂടും. എന്താന്ന് ചോദിച്ചാൽ ഞാൻ ആ പദ്ധതിയെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അപ്പൊ പറയേണ്ടി വരും. പദ്ധതിയെ സംബന്ധിച്ച് പറയാതെ നമുക്കറിയാം ഈ കേരളത്തിന് ഇപ്പൊ താങ്ങാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ടല്ല ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. 45,000 കോടിയുടെ പദ്ധതിയാണ് ശരിക്കും ജലജീവൻ മിഷന്റെ പദ്ധതിക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഗുണോക്ത വിധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിധം പിന്നെ സംസ്ഥാന ഗവൺമെന്റ് വിധം 50% കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ 10,000 കോടിയുടെ പ്രൊജക്ട് തയ്യാറാക്കിയ ദിവസം പണി നടന്നു കഴിഞ്ഞു. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കിണറുള്ള ഒരു സംസ്ഥാനമാണ്. ശരിക്കും അവിടെ എല്ലാവർക്കും ഇങ്ങനെ കൺസെഷൻ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എതിർത്തല്ല. പക്ഷെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ എവിടേക്കോ എന്നല്ലോ ചില വീഴ്ചകളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട്. അത് അടിയന്തരമായി അതുകൂടെ പരിശോധിക്കേണ്ട. എന്തായാലും പണിയെടുത്ത പൈസ ഇനിയിപ്പോ എന്ത് പാലിച്ചത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല.
പക്ഷെ ഇതിന്റെ അകത്ത് കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ സാധാരണക്കാരനാക്കാണ്. കാരണം അവരൊക്കെ അവരുടെ വീടും അവരുടെ പലതും പണയം വെച്ചു ഈ വലിയൊരു ബാധ്യതയിലാകപ്പെട്ടിരിക്കുകയാണ്. അല്ല, വർക്ക് പൂർണ്ണമായും ജലജീവൻ മിഷന്റെ പൂർണ്ണമായിട്ടും അത് നിർത്തിവെക്കണം തന്നെ ആലോചിക്കുന്നത്. ഈ നിലപാടെടുത്ത് പോവുകയാണെങ്കിൽ ഈ വർക്ക് തീർന്നു പോകാൻ കഴിയില്ല. പലരും ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അധിക ആളുകളും ബാങ്കുകളെയും മറ്റു സ്ഥാപനങ്ങൾക്ക് ആശ്രയിച്ചിട്ടാണല്ലോ ഇത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത്. ഇത് എങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തെ കുടിവെള്ള വിതരണത്തെ വരെ ഇത് ബാധിക്കും. മാത്രമല്ല 45,000 കിലോമീറ്റർ റോഡുകൾ ജലജീവൻ മിഷന് വേണ്ടി കുഴിച്ചിട്ടത് റീടാറിംഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിന്റെ മുഖ്യ കാരണം. അധിക പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഇപ്പം വാട്ടർ അതോറിറ്റി ഓഫീസിന്റെ മുമ്പിൽ നിരന്തരമായി സമരരംഗത്താണ്. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമുക്കറിയാം, മടവൂർ പഞ്ചായത്ത്, തലക്കുളത്ത് പഞ്ചായത്ത്, കക്കോടി പഞ്ചായത്ത്, പിന്നെ മാവൂർപ്പ്, ഇങ്ങനെ നിരവധി പഞ്ചായത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലക്ക് പുറത്തുള്ള പഞ്ചായത്ത്, ഇവിടെയൊക്കെ തന്നെ ജനപ്രതിനിധികൾ സമരത്തിലാണ്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് 2025 വരാൻ പോവുകയാണ്. ഈ 2025 വരാൻ പോകുന്നതിന് ഈ റോഡുകൾ തീർത്തില്ലെങ്കിൽ ഇത് വളരെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ബാധിക്കും. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും സംസ്ഥാന ഗവൺമെന്റ് 12,000 കോടി കടമെടുത്തുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ജീവനക്കാരെ എതിരാണ്. ജീവനക്കാർ പറയുന്നതിൽ ഈ കാര്യമുണ്ട്. അവരുടെ പെൻഷനും അവരുടെ ശമ്പളവും അല്ലെങ്കിൽ തന്നെ മുടങ്ങുന്നുണ്ട്. ഇതും കൂടെ കടെടുത്താൽ അതും കൂടെ മുടങ്ങുമെന്നുള്ളൊരു ഭയപ്പാടിലാണ്. അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണി നടത്തിയ വകയിൽ കരാറുകാർക്ക് 150 കോടി വേറെ കൊടുക്കാനുണ്ട്. സ്റ്റേറ്റ് പ്ലാൻ എന്നുള്ള വകയിൽ വേറെ കൊടുക്കാനുണ്ട്. കാരണം വകുപ്പ് മന്ത്രി ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞത് ഈ കുടിവെള്ള വിതരണത്തിന്റെ ഇന്നത്തെ വാട്ടർ ചാർജ് പിന്നെ വാട്ടർ അതോറിറ്റിക്ക് ചെലവാകുന്ന ഫണ്ടും എത്രയോ അധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുടിവെള്ള വിതരണത്തിന്റെ വാട്ടർ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ കടബാധ്യതയിൽ നിന്നും വാട്ടർ അതോറിറ്റി മുക്തി നേടാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ജനങ്ങൾക്ക് വർദ്ധിപ്പിച്ച ചാർജ് ആ അധിക ഭാരവും ഇപ്പോഴും അതിന്റെ കടബാധ്യത ചെയ്യുന്നു. ഇതാണ് അതിന്റെ വാട്ടർ അതോറിറ്റിയുടെ കുറിച്ച്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, വാട്ടർ അതോറിറ്റിയുടെ കട എത്ര മറ്റ് വിവിധ വകുപ്പുകളിൽ വേറെയുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി പിന്നെ കേരള ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രാജ്ഭവൻ മാർച്ച് പുതിയ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഗവൺമെന്റും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കത്തയച്ചിട്ടുണ്ട്. പക്ഷെ ആരും ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിലിപ്പം ഒരുപറ്റം പണിയെടുത്ത് പണം അവിടെ നിന്ന് കടം വാങ്ങി പണിയെടുത്ത ഒരുപാട് സാധാരണക്കാരനായ കരാറുകാർ വയ്യാതെ രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.